UPA ഭരണവും NDA ഭരണവും താരതമ്യം ചെയ്തുള്ള ധവളപത്രം കേന്ദ്രം ലോക്സഭയിൽ അവതരിപ്പിച്ചു. 59 പേജുള്ള ധവളപത്രം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് അവതരിപ്പിച്ചത്. വിഷ്ണു പ്രസാദുണ്ട് ഡൽഹിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ തരത്തിലൊരു ധവളപത്രം പുറത്തിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ കാല UPA സർക്കാരുകളുടെ കാലത്ത് രാജ്യത്തെ സാമ്പത്തിക നില എത്രമാത്രം തകർന്നിരുന്നു എന്ന് സ്ഥാപിച്ചെടുക്കാൻ കൂടി വേണ്ടിയാണ്. എന്തായാലും ഇതിൽ പറയുന്നത് പ്രധാനമായും ഈ ധവളപത്രം ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഏകദേശം 54 പേജുള്ള ഒരു ധവളപത്രമാണ് ഇപ്പോൾ പാർലമെന്റിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് UPA സർക്കാരിന്റെ കാലത്ത് ഈ സർക്കാരുകൾ 2004 ആദ്യമായി UPA സർക്കാർ അധികാരം ഏറ്റെടുക്കുമ്പോൾ 8% ഉണ്ടായിരുന്ന വളർച്ചാ നിരക്ക് പോലും പിന്നീടുള്ള കാലത്ത് അത് ഗണ്യമായി കുറഞ്ഞു എന്നതാണ്. അത് കൂടാതെ സാമ്പത്തിക ധനകാര്യ മാനേജ്മെന്റ് രംഗത്ത് പിടിപ്പുകേട് കൊണ്ട് രാജ്യത്തെ പണപ്പെരുപ്പം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ വർദ്ധിച്ചു എന്നാണ്. അതായത് 2004 3.9% ഉണ്ടായിരുന്ന പണപ്പെരുപ്പം പിന്നീട് 2010 എത്തിയപ്പോൾ 12.3 2014 സ്ഥാനമൊഴിയുമ്പോൾ 9.4 മാറിയിട്ടുണ്ട് എന്നായിരുന്നു. ഇതുകൂടാതെ ഈ ബാങ്കിംഗ് മേഖലയിലെ കിട്ടാക്കടങ്ങളുടെ അളവിലും വലിയ വർധനവുണ്ടായി എന്നാണ് ഈ ധവളപത്രത്തിലൂടെ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. 2004 6.6 ലക്ഷം കോടിയായിരുന്നു ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്ന കടമെങ്കിൽ അത് 39 ലക്ഷം കോടിയായി 2012 ഉയർന്നു എന്ന് ചൂണ്ടിക്കാട്ടുകയാണ് കേന്ദ്ര സർക്കാർ. അതുകൂടാതെ ഈ സാമ്പത്തിക രംഗത്ത് വ്യാപകമായ തകർച്ച നേരിട്ടു. പണത്തിന്റെ മൂല്യം, അതായത് രൂപയുടെ മൂല്യം കുത്തനെ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പബ്ലിക് ഫിനാൻസ് രംഗത്തും ഇന്ത്യ വളരെ പിന്നിലോട്ട് പോയി എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ 2008 ഗ്ലോബൽ ഫിനാൻസ് ക്രൈസിസ്, അതായത് ആഗോള സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നിരുന്നിട്ട് തന്നെയും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് വലിയ നേട്ടം കൈവരിക്കാത്തതും ഈ ധവളപത്രത്തിലൂടെ കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ UPA സർക്കാരിന്റെ കാലത്ത് ഇത് കൃത്യമായി ഇതിന്റെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്തിരുന്നില്ല എന്ന് വിവിധ മാനദണ്ഡങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇപ്പോൾ ആരോപിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ UPA സർക്കാരിന്റെ കാലത്ത് ലോകത്തെ ഏറ്റവും മോശം സാമ്പത്തിക വ്യവസ്ഥയുള്ള 5 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇന്ത്യ ഉള്ളത് ലോകത്തെ ഏറ്റവും മികച്ച 5 സാമ്പത്തിക വ്യവസ്ഥയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് എന്നും ഈ ധവളപത്രത്തിലൂടെ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നുണ്ട്.